വെറുതെ ഇരിക്കാനും നമുക്ക് കാശ് വേണ്ട ഒരു സ്ഥലമാണ് UK. ഇതെന്നൊക്കെ പറഞ്ഞാൽ തീർത്തും ഒരു എരന്നുള്ള ജോലി വാങ്ങലാണ്. സ്റ്റുഡൻസ് ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ വൈഫ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നെ ഒരു പോസ്റ്റ് കാണിച്ചു തന്നു. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, UK പഠിക്കാൻ വന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്, ജോബ് അന്വേഷിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അത് കണ്ടത്. അന്ന് കണ്ടപ്പോൾ ഞാൻ തോന്നി, എന്താണ് ഈ സ്റ്റുഡൻസ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ ന്യൂസിൽ, റിപ്പോർട്ടർ ചാനലിൽ വരെ അതൊരു വിവാദം പോലെ ആയി. പിന്നെ പലവരും എന്നെ വിളിച്ചിട്ടാണെങ്കിലും ഇപ്പം എൻ്റെ ചാനൽ കണ്ടുകൊണ്ട് ഇവിടെ ഒരു 10-20 വർഷമായിട്ടുള്ളവരാണെങ്കിലും, അബീസെ സ്റ്റുഡൻസ് ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടി ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ UK നിൽക്കണം, ശമ്പളം ലീവും ഇല്ല, ജോലി ചെയ്യാം. ഇതാണ് ആ പോസ്റ്റ്. ഓക്കെ, ഇതാണെങ്കിലും ഇതൊരു മലയാളിയല്ലാന്ന് നമുക്ക് ഉറപ്പാണ്. മലയാളിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് ഒരു മെസ്സേജ് ഇടില്ല. കാരണം അതുമല്ല, ഇവിടെ വന്നതിൻ്റെ തുടക്കത്തിലെ ഒരു ആവേശമാണിത്. കാര്യം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്കറിയാം, ഇവിടെ 5 ദിവസം വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് സ്ട്രെസ് എന്നല്ല, നമ്മുടെ നാട്ടിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ. എല്ലാവരും പറയും ഇവിടെ കൂളാണ്, കാര്യമാണ്. ഇപ്പം എനിക്കാണെങ്കിലും നല്ല കൂളാണ്, NHSലാണ് യാതൊരു ടെൻഷനും കാര്യങ്ങളും ഇല്ല. പക്ഷെ നമ്മുടെ ഓഫീസ് റൂമിൽ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ആകെ 2 മലയാളീസ് ഉള്ളൂ. അപ്പോൾ ടൈം പോകാനും പണിയുണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ തന്നെ നമുക്കൊരു ടൈം പോകാത്തൊരു ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് നിങ്ങൾ നോക്കണ്ടോ? ഞാൻ ഒരു വ്യക്തിനെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്ത മിസ്റ്റേക്ക് നോക്കിയോ ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ ലിങ്ക്ഡിനിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി എടുത്ത് നോക്കി. അതിലെല്ലാവരും ഇട്ടിട്ടുണ്ട്, എനിക്ക് 6 days 10 hours വെച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, എന്നെ 1 മാസത്തേക്ക് പണിയെടുക്കുക, 1 മാസത്തേക്ക് എന്നെ ഒന്ന് ജോലിക്ക് എടുക്കുക, എന്നെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിട്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഓക്കെ, ഇത് ഒത്തിരിയായി നമ്മൾ കാണുന്നു. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിരുന്നാൽ മതി, നിങ്ങളൊരു കമ്പനിയുടെ ഒരു നല്ല പൊസിഷനിലുള്ള ഒരാൾ നിങ്ങളോട് ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരാളെ സഹതാപത്തിൻ്റെ ബേസിലാണ് പണിക്കെടുക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പം ഏതൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നോബി എന്നും പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻ്റർവ്യൂ, ഈ കസാരയിൽ ഇരുന്നാണ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തത്. അവൻ ആ ഇൻ്റർവ്യൂ പറയാണ്ട് 810 പേരുടെ കാൻഡിഡേറ്റിൽ നിന്നാണ് അവർ 4 പേരെ സെലക്ട് ചെയ്തത്, അതും എല്ലാ ലെവലും കഴിഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും, ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്താണെങ്കിലും, ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും, അത് 54 പേരിൽ നിന്നുമാണ് 2 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ. അപ്പം ഇങ്ങനെ ഒരു പ്രൊഫൈല് ഇവിടെ ആരും ചാരിറ്റിക്ക് ബേസ് ചെയ്തിട്ടല്ല കമ്പനി നടത്തേണ്ടത്. ഞാനിത് പറയുമ്പം ചിലവർക്ക് നിനക്ക് ജോലി കിട്ടി, അതുകൊണ്ട് നിനക്ക് ജോലി അന്വേഷിക്കുന്നവർക്കുടെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ് നീ ഈ രീതിയിൽ സംസാരിക്കണമെന്ന് പറയും. അങ്ങനെയൊന്നുമല്ല മച്ചാനെ, ഇത് ഒന്ന് പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോബ് അന്വേഷിച്ച് നിങ്ങളുടെ CV സെറ്റാക്കുമ്പോൾ ആ CV ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, ഒരു CV എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് തോന്നുന്നു CV-യിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ CV ഏറ്റവും നല്ല, അതിൽ നമ്മൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ തീർത്തും ഒരു എരന്നുള്ള ജോലി വാങ്ങലാണ്. ഞാൻ എൻ്റെ കമ്പനിയിലാണെങ്കിൽ ഇറന്നു തന്നവർക്ക് ജോലി കൊടുക്കുമെന്ന് ചോദിച്ചാൽ 99% ഇല്ല എന്നാണ്. നമ്മളെല്ലാവരും ഇവിടെ ഏത് കമ്പനി നോക്കിയാലും എല്ലാവരും ക്വാളിഫിക്കേഷനാണ് മാർക്ക് തരുന്നത്. ഇനി അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് തന്നാൽ തന്നെ അവർ നിങ്ങളെ ചൂഷണം ചെയ്യുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ ലിങ്ക്ഡിൻ പ്രൊഫൈലോ കാര്യങ്ങളോ ഇടുക. ഇത് പലരും പറഞ്ഞു കൊടുത്ത് ഇടിപ്പിക്കണയാണിത്. ഇതിൻ്റെ പുറകെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ചില ഏജൻസി തന്നെയാണ് പറയണത്, എന്താണ് നിങ്ങളുടെ വിസ തീരാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളന്ന് ഇങ്ങനെ ഒരു പോസ്റ്റർ എഴുതിയിടാനിരിക്കാൻ പറയണം. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിൽ തന്നെയാണെങ്കിലും ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി ആ കമൻറ്റുകൾ വായിച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഒരു 2 കമൻറ്റ് വായിക്കാം. ഇതിൻ്റെ അടിയിൽ ചിലവർ കമൻറ്റ് ഇട്ടേക്കണതിൽ ഒരു ലോജിക്കുണ്ട്, ഈ കമൻറ്റ് ഇട്ടേക്കണതിൽ ഒരു യോജിക്കുമില്ല, ചുമ്മാ ഇരിക്കണവരല്ലേ കമൻറ്റ് ഇടണേന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, പണ്ട് ഇങ്ങോട്ട് വന്ന് അടിമകളാക്കി, ഇപ്പോൾ അങ്ങോട്ട് പോയി അടിമയാകണമെന്ന് പറയുന്നു. കറക്റ്റാണ് ആ പറയുന്നത്. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാണ് സാർ, അങ്ങനെ കൂടെ എഴുതിയിട്ടാൽ നന്നായിരിക്കും. സ്വന്തം വീട്ടിൽ പാത്രം കഴുകാതെ മക്കൾ UK കാനഡയിലും പോയി കക്കൂസ് എന്തിന് കഴുകണം? നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതും ഇതിനും അന്തസ്സുണ്ട്. അധികം ഇച്ചിരി കൂടിപ്പോയി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ദാറ്റ്സ് ഹെയർ ചോയ്സ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടാൻ അല്ലേലും മലയാളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ഇടപെടാനൊന്നും പോയതല്ല കേട്ടോ, ജസ്റ്റ് അത് കണ്ടു, എൻ്റെ തോട്ട് എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, എന്തായാലും യുവതി മലയാളിയല്ല. എൻ്റെ അറിവിൽ ഒരു മലയാളിയും ഇതുപോലെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കില്ല. അത് കറക്റ്റാണ്, ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഒരു മാസത്തേക്കും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ UK സംബന്ധിച്ചോളം ഒരു മാസം നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനും നമുക്ക് കാശ് വേണ്ട ഒരു സ്ഥലമാണ് UK. കൗൺസിൽ ടാക്സ്, പിന്നെ റൂം റെൻറ്റ്, ഇലക്ട്രിസിറ്റി, കറണ്ട് ബില്ല്, അതുകൊണ്ട് വെറുതെ ഇരുന്നാലും നമ്മളിവിടെ കാശ് കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈവൻ ഇവിടെ പണ്ടുള്ളവർ പറയും ഇവിടെ ഒരേ ബ്രീത്തിനും നമ്മൾ പെയ്ഡാന്നാണ് പറയണത്. പിന്നെ രണ്ടാമത് ഞാനൊരു പോസ്റ്റ് കണ്ടു. ഞാനപ്പോൾ ആ ഒരു ലേഡിയുടെയാണ്, ഒരു പെങ്കൊച്ചിൻ്റെയാണ്. അപ്പം ഞാനത് ശരിക്കും പ്രൊഫൈലെല്ലാം എടുത്ത് നോക്കി. ആൾ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആണ്. പക്ഷേ ആ ഒരു സ്റ്റുഡൻറ്റ് ഇട്ടേക്കണ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ I will work 6 days a week 10 hours per day. ഓക്കെ, അതായത് ഞാൻ 6 ദിവസം വർക്ക് ചെയ്യാൻ തയ്യാറാണ് 10 മണി. അങ്ങനെ ഇവിടെ ഒരു കമ്പനിക്കും ഒരാളെയും അങ്ങനെ വേണ്ട എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഇത് ആരോ പറഞ്ഞിട്ടായിരിക്കും ആ സ്റ്റുഡൻറ്റ് ഇട്ടേനെ. പിന്നെ ഇതിടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ വിസ തീരാൻ പോകണു, നാട്ടിലോട്ട് പോകാൻ താല്പര്യം വളരെ കുറവായിരിക്കും, നാട്ടിൽ പോയാൽ എന്ത് ചെയ്യണം എന്നറിയില്ലായിരിക്കും. അപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയായിരിക്കും ചെയ്യണം. പക്ഷെ അങ്ങനെ ഇരുന്നാൽ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ട് ഒരാളും നിങ്ങളെ വിളിക്കാൻ പോകില്ല. അതേസമയം നിങ്ങളിത് മാറ്റി ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളിതിൽ കുറച്ചുകൂടി എടുത്ത് ഫ്ലറിഷ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ അതായിരിക്കും പിന്നെയും ബെറ്റർ. ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതായത് നമ്മളെ വിളിക്കാനിരിക്കണ കമ്പനി പോലും നമ്മളെ വിളിക്കില്ല. കാരണം ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി എല്ലാം 8 to 4 ജോബ്, അതും 5 days. നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഭയങ്കര സ്ട്രെസ്സ്, കൂള്, അങ്ങനെ വർക്ക് ചെയ്യണ കമ്പനീസാണ് ഇവിടെ കൂടുതലും. അവിടെ വന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ചാൻസുകളെയും നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ അങ്ങേയറ്റം എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരേ ബുദ്ധി തോന്നണം. അത് കറക്റ്റാണ്. പക്ഷേ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടും, കിട്ടാതിരിക്കില്ല. അതല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം ഇവിടുത്തെ നിയമങ്ങളെല്ലാം മാറി, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പക്ഷെ ഒരു ഓപ്ഷൻ ഇല്ല എന്നും പറഞ്ഞ് നിങ്ങളൊരു വലിയൊരു മണ്ടത്തരത്തിലോട്ട് പോയി ചാടരുത്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കും നാളെ ഇതുപോലെ ഒരു ഞാൻ 6 മണിക്കൂർ വർക്ക് ചെയ്യാം, ഞാൻ 10 മണിക്കൂർ ചെയ്യാം, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമുക്ക് ആദ്യം വേണ്ട സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വാല്യൂ ആണ്. നമുക്ക് നമ്മളിലൊരു വാല്യൂ ഉള്ള ഒരാളാണ് നമുക്ക് സ്വന്തം തോന്നണം, എന്നിട്ടാണ് കാര്യമുള്ളൂ. നമുക്ക് തോന്നിയില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് തോന്നാൻ ഭയങ്കര പാടാണ്. ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ വി ആർ കോൺഫിഡൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞ് ഉറപ്പിക്കണം. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺഡ് ടു അബീസ് UK ചാനൽ. ബൈ.